CPIയുടെ നല്ല കാലം എന്ന് പറയുന്നത് എപ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായി. അന്ന് AK ആൻ്റണി ഇന്ദിരാഗാന്ധിക്ക് സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് രാജിവെച്ചപ്പോൾ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് എന്ന നിലയിലാണ് PKക്ക് ആ സ്ഥാനം കൊടുത്തത്. പിന്നീട് ഇടതുമുന്നണി എന്ന് പറയുന്ന LDF എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് PKV രാജിവെച്ച് വരികയായിരുന്നു. ഇനി ഇപ്പോഴും വീണ്ടും CPI കോൺഗ്രസിലേക്ക് പോയാൽ മാത്രമേ അവർക്കൊരു നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നു. എന്താണ് ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് തോന്നുന്നത്? അല്ല, CPIയുടെ അവരുടെ ഒരു സുവർണകാലമായിട്ട് തന്നെയാണ് ഈ രണ്ട് ഭരണകാലത്തെയും അവരിലെ പല അണികളും വിലയിരുത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് മുഖ്യമന്ത്രി പദം കിട്ടിയ രണ്ട് ടേമായിരുന്നു. ഒന്ന് അച്യുതമേനോനും മറ്റൊന്ന് PK വാസുദേവൻ നായരും. ഇവർ രണ്ടുപേരും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മുഖ്യമന്ത്രിമാരായിരുന്നു, പ്രശസ്തരുമായിരുന്നു, അംഗീകാരമുള്ളവരുമായിരുന്നു. അതിൽ അച്യുതമേനോൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥാനം കൂടി അവർക്ക് ലഭിച്ചിരുന്നുള്ളതാണ്. പക്ഷേ അന്നൊക്കെ ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ CPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന മുന്നണിയിലെ ഏറ്റവും മികച്ച ഒരു സഹപാർട്ട്ണർ എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ രണ്ടാം കക്ഷി എന്ന് അംഗീകാരം കിട്ടിയിട്ടാണ് PKV വരുന്നതെന്ന് പറഞ്ഞല്ലോ, ശരിയാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വന്നിട്ട് ആ രണ്ടാം സ്ഥാനം അവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ കക്ഷി യഥാർത്ഥത്തിൽ CPI തന്നെയാണ്. പക്ഷേ കേരള കോൺഗ്രസ് അതിനകത്ത് വരുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും അവർക്ക് തോന്നിയിട്ടുള്ളത് അത് രണ്ടാം കക്ഷി അല്ല എന്ന സംശയം ഉണ്ടാക്കുന്നതായിരുന്നു. അതുകൊണ്ടായിരിക്കും പല ഘട്ടങ്ങളിൽ ഏറ്റുമുട്ടുന്നതാണ്. ഇപ്പോൾ ഈ രാജ്യസഭ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പോലും അതിൻ്റെ ഒരു വാശിയിലായിരുന്നു അവർ. ആ വാശിയിൽ CPI ഞങ്ങൾക്ക് വേണമെന്നുള്ള, അതെ, അത് വേണം, നിർബന്ധം പിടിക്കാനുള്ള കാരണം അതായിരുന്നു. അതൊക്കെ ശരിയാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈനാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് CPI നിൽക്കുക എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അവരെടുത്ത നിലപാട് ശരിയല്ല എന്ന പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് തെറ്റായിപ്പോയി എന്നാണ് പിന്നീട് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അതേതാണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിലും ശരിയായിട്ട് തന്നെയാണ്. അത് തെറ്റായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം അടിയന്തരാവസ്ഥ എന്ന് നമ്മളുടെ ഒരു സ്വേച്ഛാധിപത്യ സംവിധാനത്തിൻ്റെ വരവായിരുന്നു. നേരം പറ്റാതെ അല്ലെങ്കിൽ ഒരിക്കലും വൈകാതെ എത്തിച്ചേരുന്നതായിട്ടുള്ള തീവണ്ടി എന്ന് OV വിജയൻ വിശേഷിപ്പിച്ച ഒന്നാണ് ഈ ഏകാധിപത്യത്തിൻ്റെ വരവ് ഇന്ത്യയിലേക്കുണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥയിലൂടെയായിരുന്നു, ഇന്ദിരാഗാന്ധി ആയിരുന്നു അതിൻ്റെ മുന്നണിയായി നിന്ന് പ്രവർത്തിച്ചെന്നുള്ളത്. അതിന് ഇന്നും എന്നും ഇന്ത്യക്ക് എതിർത്തേ പറ്റൂ. കാരണം വെച്ചാൽ നമുക്കൊരിക്കലും ഒരു സ്വേച്ഛാധിപത്യത്തെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. ഇന്ത്യയുടെ ഒരു പ്രാദേശിക ഘടനാ സംവിധാനങ്ങളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് അത് സാധ്യമല്ല എന്നാണ് ഇതുവരെ തെളിയിക്കപ്പെട്ടുള്ളത്. ഇനിയും അതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപതികൾക്ക് അങ്ങനെ അധികാലം വാഴാനായിട്ടുള്ള ഒരവസരം ഇന്ത്യ കൊടുക്കില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിലെ ഭരണം അത് പിണറായി വിജയൻ്റെ സ്വേച്ഛാധിപത്യ ഭരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് ഏതാണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ തന്നെ അത് അങ്ങനെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അവസാനിപ്പിക്കണം എന്നത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു പിണറായി വിജയൻ്റെ ഈ സ്വേച്ഛാധിപത്യ ഭരണം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പം നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് അധികമാരും പ്രതീക്ഷിക്കുന്നില്ല. CPMലെ പല നേതാക്കളും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവർ വരില്ല എന്ന് കരുതപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CPIക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം വരില്ല. അപ്പോൾ ഇനി അടുത്ത മന്ത്രിസഭ വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ കൂടെ അല്ലെങ്കിൽ UDFൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ തങ്ങൾക്കും ഭാഗഭാക്കാകാൻ കഴിയും എന്ന് വിശ്വാസം അവരിൽ പല അണികൾക്കുണ്ട്. നേതൃത്വത്തിനുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല, അല്ലെങ്കിൽ പല നേതാക്കൾക്ക് അതൊക്കെയുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓർമ്മ അതൊരു സുവർണ കാലഘട്ടത്തിൻ്റെ ഓർമ്മ തന്നെയാണ്. അത് പലരിലും തികട്ടി വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ പോലെയുള്ള സ്ഥലത്ത് എന്നും CPMമായിട്ട് കൊമ്പുരക്കുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി. അതായത് CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്ന സമയത്ത് CPI അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബിഗ് ബ്രദറിൻ്റെ നിഴലിൽ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിഗ് ബ്രദർ എന്ന് പറയുന്നത് എപ്പോഴും CPM ആണ്. അതിൻ്റെ കീഴിൽ ഒതുങ്ങി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു കുഞ്ഞനാണ് CPI എന്ന് പറയുന്നൊരു ഫീലിംഗ് അവർക്കുണ്ടായി. ഇപ്പോൾ ഈ വലിയേട്ടനെ അംഗീകരിക്കാനായിട്ട് തയ്യാറുള്ളാത്ത ഒരുപാട് CPIക്കാരാണ്. അവർ നിരന്തരം ഇതിനകത്ത് ഇങ്ങനെ കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കലഹത്തിന് ചില സമയത്ത് ശക്തി പ്രാപിക്കും. അങ്ങനെ ശക്തി പ്രാപിച്ചേക്കുന്നൊരു സമയമാണത്. കാരണം എന്ന് വെച്ചാൽ അത്ര മോശമാണ് പിണറായി വിജയൻ്റെ പെർഫോമൻസ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പിണറായി വിജയൻ മാത്രമല്ല, മറ്റൊരു ഘടകം SFI ആണ്. SFI
ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞിട്ട് അധികമായില്ല. അതെ. അപ്പോൾ ബിനോയ് വിശ്വത്തെ അതിശക്തമായിട്ട് CPM നേതാക്കൾ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ CPIയുടെ എല്ലാ ഘടകങ്ങളും പാറ പോലെ ബിനോയ് വിശ്വത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോക്ക്, ഈ സംഘർഷം എന്ന് പറയുന്നത് നീണ്ടാൽ ഒരുപക്ഷെ CPIയിലെ പല സഹാക്കളും ആഗ്രഹിക്കുന്നത് പോലെ അവർ വീണ്ടും കോൺഗ്രസ്സിലേക്കുള്ള വഴി കണ്ടെത്തിക്കൂടായില്ല. അതുകൊണ്ട് പലരും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, CPI വീണ്ടും കോൺഗ്രസ്സിലേക്കോ എന്നത്. ഈ ബിനോയ് വിശ്വത്തിൻ്റെ മുൻഗാമിയായ കാനം രാജേന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലം, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന് പറയുന്നത് CPI ആണ് എന്ന് വരെ പറഞ്ഞിരുന്നു. കാരണം എന്ത് കാര്യത്തെയും ഈ തുറന്നെതിർത്തിരുന്നു കാനം. പിന്നീട് മയപ്പെട്ടു. ഏതാണ്ട് ബിനോയ് വിശ്വം ഇപ്പോൾ ചാർജ് എടുത്തതിന് ശേഷം അതേ പാതയിലേക്ക് വരുന്നു, ശക്തമായി തന്നെ എതിർത്ത് പറയുന്നു. SFI എന്ന് പറയുന്നത് കലാലയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ASF അതിനെ എതിർത്തിരുന്നു. ASFൻ്റെ നേതാവിൻ്റെ വസ്ത്രം വലിച്ചു കീറിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ CPI എന്ന് പറയുന്നത് ഒരു ശക്തമായ ഇമേജ് സൃഷ്ടിച്ച് ഉയർന്നു വരുന്നു എന്നാണോ മനസ്സിലാക്കുക? അല്ല, ഇത് ഞാൻ പലപ്പോഴും ഈ രാഷ്ട്രീയം ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, CPIയുടെ ഒരു നിലനിൽപ്പ് ഇതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിലനിൽപ്പ് എങ്ങനെയാണ് അവർ ഊട്ടിയുറപ്പിക്കേണ്ടത് എന്ന് പരിശോധിച്ചാൽ നിരന്തരം CPMനോട് സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ട് സാധ്യമായി തീരുള്ളൂ. കാരണം CPM എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിക്കാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനെ CPI ചോദ്യം ചെയ്യുമ്പോഴാണ് CPIക്ക് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സ്വത്വത്തെ കൂടുതൽ ഉയർത്തി നിർത്താൻ പറ്റുള്ളൂ. അതതിൻ്റെ ഒരു രാഷ്ട്രീയ സാധ്യതയാണ്. ആ സാധ്യതയാണ് ആദ്യഘട്ടങ്ങളിൽ കാനൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനും മറ്റും പലരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പതുക്കെ മയപ്പെട്ടു പോവുകയും CPIക്ക് CPIയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ആ ഒരു സാധ്യതയിലേക്ക് CPI കടന്നു വരാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPMന് വരുന്ന വീഴ്ചകളാണ്. CPM വലിയ വീഴ്ചകളൊന്നുമില്ലാതെ, രാഷ്ട്രീയമായിട്ട് വീഴ്ചകളില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഘർഷത്തിനോ അല്ലെങ്കിൽ ഒരു പ്രതിസ്വരത്തിനോ സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതവർ വളരെ കൂടുതലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM ഇങ്ങനെ പ്രതിസ്വരം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ആ സാധ്യതയെ CPI നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബിനോയ് വിശ്വം കാനത്തെ പോലെ അങ്ങനെ കരുത്തനായിട്ടുള്ളൊരു നേതാവായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. പക്ഷേ വേണമെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും ആ ശക്തിയൊക്കെ സംഭരിച്ചൊന്ന് മുന്നോട്ട് വേണമെങ്കിൽ കടന്നു വരാവുന്നതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ ചൂണ്ടിട്ട് പിടിക്കാനായിട്ട് CPM ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി മനസ്സിലായി ലീഗുകാരൊന്നും വരില്ല, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗക്കാരൊന്നും അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ അടുത്ത തവണ UDF ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന പോലെ CPI ചൂണ്ടിയിട്ട് പിടിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം തരാം എന്നതുവരെ വാഗ്ദാനം ചെയ്താൽ CPI പോവോ കൂടെ? അല്ല, മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാനുള്ള അത്തരത്തിലുള്ള സാധ്യതകൾക്ക് ഇനി പ്രസക്തിയില്ല കേരളത്തിൽ. കാരണം CPIയുടെ ഒരു സാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണെന്നുള്ളത് ശരിയാണ്. കാരണം അവർ മറിഞ്ഞപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ പിന്നീട് UDFനെ ആയിരിക്കും ജയിക്കുക, ഒരു തർക്കം ഉണ്ടാവില്ല. കേരള കോൺഗ്രസിനെ എങ്ങനെയാണ് അട്ടിമറിച്ച് അപ്പുറത്ത് കൊണ്ടുവന്നത്, അതേപോലത്തെ ഒരു സാധ്യത CPIയെ ഇവിടെ നിന്ന് അട്ടിമറിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ രാഷ്ട്രീയമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കൊണ്ടുപോകാം. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞൊരു വാഗ്ദാനത്തിന് ഇന്നത്തെ കാലത്തിന് പ്രസക്തിയില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, CPI എന്ന് പറയുന്നത് അമ്പെ ദുർബലമായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. CPM ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ കുറച്ചും കൂടി ശക്തി കോൺഗ്രസ്സിന് ഉണ്ടായി വരുന്ന ഒരു ഘട്ടമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മുൻപത്തേനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. കാരണം കേന്ദ്ര ഭരണ സംവിധാനങ്ങളിൽ ഇടപെടാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ സ്പേസ് വർദ്ധിച്ചതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു ഊർജ്ജം കുറേ കൂടി ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിക്കവാറും CPI എന്ന് പറയുന്നത് വളരെ അപ്രസക്തമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുക എന്ന് പറയാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷേ മറ്റ് പല വാഗ്ദാനങ്ങളൊക്കെ നൽകി വേണമെങ്കിൽ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അവരതിന് ശ്രമിച്ചുകൂടായില്ല. കാരണം പല പ്രശ്നങ്ങളിപ്പോൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ശാഠ്യങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് അസ്തമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്, ഈ CPIയുടെ പല പ്രവർത്തകരും പറയുന്നൊരു കാര്യം എന്താണ്, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് CPI എന്ന് വെച്ചാൽ കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെന്തിനാണ് കേരളത്തിൽ മാറി നിൽക്കുന്നത് എന്നവർക്ക് ചോദിക്കാം. അവർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കുറേ കൂടി ഉച്ചത്തിലായി കഴിഞ്ഞാൽ വേണമെങ്കിൽ CPI കോൺഗ്രസ്സിലേക്ക് എത്തിച്ചേരുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകൾ വർദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
അതായത് ഒരു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന കക്ഷിയുടെ നേതാവ് മുഖ്യമന്ത്രിയാകുന്നു എന്ന സമവാക്യം മാറ്റിവെച്ചിട്ടാണ് അന്ന് ആൻ്റണിക്ക് പകരം പി കെ മുഖ്യമന്ത്രിയായത്. എന്ന് പറയുന്ന പോലെ 5 വർഷത്തെ ഒരു ടീമിൽ ഒരു വർഷമെങ്കിലും കൊടുത്താൽ ഇവരുടെ ഇമേജ് വീണ്ടെടുക്കാം, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനപ്പെടാം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ അതൊരു വലിയ മാറ്റങ്ങൾക്കായിരിക്കില്ലേ വേദിയാകുക? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് കരുതിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഒന്നും ചെയ്യാതെ അവരുടെ കയ്യിലേക്ക് അധികാരം വരും എന്ന് കരുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കോൺഗ്രസ് എപ്പോഴും ഇങ്ങനെ നൊട്ടിഞ്ഞുഴഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ CPM ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മടുത്ത് അവർക്കെതിരായിട്ടുള്ള വോട്ട് ചെയ്യുമ്പോൾ ഈ ആംഗ്രി വോട്ടിംഗ് പ്രോസസ്സ് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരും. അപ്പോൾ കോൺഗ്രസ് പിന്നെ തല്ലിപ്പൊളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തമ്മിലടിച്ചുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവർക്ക് ജയിക്കാവുന്ന ഒരു നല്ല സാഹചര്യം നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ജയിക്കും എന്ന് പറയുന്നൊരു വിശ്വാസം നിലനിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഫോർമുല മുന്നോട്ട് വെക്കാനുള്ള സാധ്യത കുറവല്ലേ? കാരണം നിങ്ങൾ വരൂ, നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാം എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരിക്കലും ജയിക്കില്ല അവർ എന്ന് കരുതിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ ആ ഫോർമുല വർക്കബിളാണ്. ഇപ്പോൾ അതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പിണറായി വിജയനെതിരായ ശക്തമായൊരു വികാരമാണ് നിലനിൽക്കുന്നത്. പക്ഷേ എപ്പോൾ പോലും പിണറായി വിജയൻ ഞാൻ തിരുത്തില്ല, ഞാൻ ചെയ്ത നിലപാടുകൾ ശരിയാണ്, ഏറ്റവും ഒടുവിൽ പറയുന്നത് ജീവൻ രക്ഷാപ്രവർത്തനം, അതുവരെ പറഞ്ഞ പിണറായി വിജയൻ. അപ്പോൾ അതിനെയൊക്കെ താങ്ങിക്കൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് CPI എത്തിച്ചേർന്നിരിക്കില്ലേ? അല്ല, പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അത് ഇനി ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാനിങ്ങനെ തന്നെയായിരുന്നു നേരത്തെ, ഇനിയും അങ്ങനെ തന്നെ തുടരും എന്ന് പറയുക എന്ന് പറയുന്നത് ആ സ്വഭാവത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. പക്ഷേ അങ്ങനെ തുടരുന്ന സ്വഭാവങ്ങളെ അവസാനം പതുക്കെ എന്ത് ചെയ്യും? കാലം തൂത്തുമാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിണറായി വിജയന് തൂത്തുമാറ്റപ്പെടാൻ സമയമായി, അദ്ദേഹം തൂത്തുമാറ്റപ്പെടും. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. ഒന്നിലെ തിരുത്തുക, അല്ലെങ്കിൽ പുറത്തു പോകുക. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. CPM നശിക്കുക എന്ന് പറഞ്ഞതിനർത്ഥം BJP വളരുക എന്നുള്ള ഒരു തത്വം കൂടി ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ CPM നശിക്കുമോ? CPM പിണറായി കൊണ്ട് മാത്രമല്ല നശിക്കുന്നത്. CPMൻ്റെ ഒരു സംഘടനാ സംവിധാനം വല്ലാത്ത തരത്തിൽ ജീർണിച്ചൊരു കാലമാണ് ഈ കഴിഞ്ഞു പോയത്. കാരണം മുഖ്യമന്ത്രിയും ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള തെറ്റുകളെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് പാർട്ടിയുടെ സിസ്റ്റം പ്രവർത്തിക്കേണ്ടത്. അത് പ്രവർത്തിക്കാറില്ലാതായിട്ട് കുറേ കാലമായി. ഇപ്പോൾ മാത്രമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റികളൊക്കെ അതിശക്തമായിട്ട് പിണറായി വിജയനെതിരെ വിമർശനം നടത്തി അത് ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ അതൊക്കെ ചെയ്യാൻ അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ ജീർണത ഉണ്ടായിരിക്കുന്നത് സംഘടനയ്ക്കകത്താണ്. സംഘടനയാണ് ജീർണിച്ച് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇത് തിരിച്ചു വരും എന്ന് കരുതുന്നില്ല. ഒരിക്കൽ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇനി തിരിച്ചു വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തിലൊരിക്കൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് നന്നായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നവർ ഒന്ന് ഇത് റിവാഷ് ചെയ്ത് ശരിയാക്കി എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല എന്നുള്ളതാണ്. അതില്ലാതെ ഇപ്പോൾ ഈ 10 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് അതിന് മുഴുവനും നശിപ്പിച്ചളഞ്ഞു എന്നുള്ളതാണ്. മറ്റെന്താണെന്ന് വെച്ചാൽ ഭരണത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഭരണകാലത്ത് ചെയ്തിരിക്കുന്നതായിട്ടുള്ള തെറ്റുകളൊക്കെ തിരുത്തുന്നതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതല്ല, തെറ്റ് ചെയ്യുക, വീണ്ടും ചെയ്യുക, വീണ്ടും 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 തെറ്റാവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തെറ്റിൻ്റെ ഒരു കൂമ്പാരമായിട്ട് അത് മാറിത്തീരുക. ജനങ്ങൾ വെറുക്കുക, നേതാവിനെയും വെറുക്കുക, പാർട്ടിയും വെറുക്കുക, മടുക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. ഇപ്പോൾ വെറുപ്പാണ് എല്ലാ ആളുകൾക്കും പേരോട്. VSൻ്റെ കാലം മുതൽ തന്നെ പിണറായിയുടെ ഒരു സംരക്ഷകനായിട്ടാണ് നമ്മൾ പ്രകാശ് കാരാട്ടിനെ കണ്ടിട്ട്. അന്നത്തെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഈ കാരാട്ടും യെച്ചൂരിയും MV ഗോവിന്ദനും എല്ലാം കൂടെ പറയുന്നു, ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഒരു റിപ്പോർട്ട് അല്ലെ ഒരു കരട് അങ്ങോട്ട് മുന്നോട്ട് വെക്കും, അതിനനുസരിച്ച് നമ്മൾ മാറണം എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരോട് ചേർന്ന് പിണറായിയെ നേരെയാക്കാൻ ശ്രമിക്കുകയാണോ? അതങ്ങനെ നന്നാവും? അല്ല, കേന്ദ്ര കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കേന്ദ്ര കമ്മിറ്റി അതിൽ ബലം പിടിക്കാറില്ലായിരുന്നു നേരത്തെ. ബലം പിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി മാറി നിൽക്കാനായിട്ട് പിണറായിക്ക് പറയാൻ പിണറായി ആരാ? ഇതൊരു പാർട്ടി സംവിധാനമാണ്. ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്മിറ്റികൾ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്താൽ ഒരു നേതാവിനും അതിൻ്റെ മുകളിൽ കയറി കളിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിക്കാതെ വരുന്ന ഘട്ടങ്ങളിലാണ് ഇത് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വേച്ഛാധിപതിയുടെ കീഴിൽ അടിഞ്ഞുകൂടി നശിച്ചു പോകുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിണറായിയാണ് പാർട്ടി എന്നുള്ള രീതിയിൽ എല്ലാ മേഖലയിലും ആളുകൾ കരുതുകയും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും. പിണറായി ചോദ്യം ചെയ്യപ്പെട്ടു. ഇനി അതിനെ തിരുത്താനായിട്ട് കഴിയില്ല. അപ്പോൾ പിണറായിക്ക് അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ മാറാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ മാറിപ്പോവാം എന്ന് മാത്രമേ ഉള്ളൂ. കേന്ദ്ര കമ്മിറ്റി
ശക്തമായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പിണറായി ശക്തനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് കേരളത്തിലെ പോലീസ് ആക്ട് പിണറായി കൊണ്ടുവന്നു. പക്ഷേ കേന്ദ്ര കമ്മിറ്റി ഇടപെട്ടു. പിണറായി തിരുത്താൻ പറ്റും. തിരുത്തിക്കാൻ ഇവർ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട് കേന്ദ്ര കമ്മിറ്റിക്ക് പണം കൊടുക്കുന്നത് കേരള കമ്മിറ്റിയാണ് അല്ലെങ്കിൽ പിണറായിയാണ്, അതുകൊണ്ട് പിണറായി പറഞ്ഞാൽ കേൾക്കണം. അങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല. അവർ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് അനുസരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ പാർട്ടി ഉണ്ടാവില്ല. ശരി, ജനകീയരും സത്യസന്ധരുമായ നേതാക്കളാണ് സി പി ഐക്ക് ഉണ്ടായിരുന്നതെന്നാണ് നേരത്തെ പോലെ കേൾക്കുന്നത്. പക്ഷേ ആളെണ്ണത്തിൽ സി പി ഐയുടെ ഒരു സംഖ്യ എന്ന് പറയുന്നത് കുറവാണ്. അങ്ങനെയുള്ള സി പി ഐക്ക് ഈ സി പി എമ്മിനെ വിട്ടിട്ട് നിന്ന് ഒരു വളർച്ച ഉണ്ടാവുമോ? അതോ അല്ല, ഇപ്പോൾ 1964 പാർട്ടി പിളർന്ന് സി പി ഐയും സി പി എമ്മായിട്ട് മാറി. അന്ന് സി പി ഐയുടെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് പ്രമുഖരായ നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും സി പി ഐയുടെ കൂടെയായിരുന്നു. സി പി എമ്മിൻ്റെ കൂടെ അണികളാണ് വന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം AKG എന്ന് പറയുന്ന ജനകീയനായിട്ടുള്ള നേതാവ് സി പി എമ്മിനൊപ്പം നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത, പിന്നെ EMSൻ്റെ ബൗദ്ധികമായിട്ടുള്ള സാധ്യത, ഇത് രണ്ടും ഉപയോഗിച്ചാണ് സി പി എം വളർന്നത്. പക്ഷേ വലിയൊരു നേതൃനിര തന്നെ സി പി ഐക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ അതിലാരാ ഉള്ളത്? ഇപ്പോൾ അതിന് ലീഡർഷിപ്പില്ല, അതിനൊരു വളർച്ചാ സാധ്യതയുമില്ല. രണ്ട് പാർട്ടിക്കും വളർച്ചാ സാധ്യതയില്ല. കാരണം രണ്ട് പാർട്ടിയിലും നല്ല നേതാക്കളില്ല എന്നുള്ളതാണ്. നേതാക്കളുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ BJP കേരളത്തിൽ ഒരിക്കലും വളരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിനൊരു ലീഡർഷിപ്പില്ല. ആർക്കും നല്ല ലീഡർഷിപ്പ് ഇപ്പോൾ കേരളത്തിലില്ല. കോൺഗ്രസ്സിനില്ല, കേരള കോൺഗ്രസ്സിനില്ല, ലീഗിനില്ല, ആർക്കുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജനങ്ങൾ കൂടുതലായിട്ട് അംഗീകരിക്കുന്ന ഒരു കരുത്തനായിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് ആരുമില്ല. ഉള്ളതിൽ കരുത്തൻ പിണറായി തന്നെയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൂടുതൽ വൃത്തികേടുകൾ പിണറായി ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഈ പിണറായിക്ക് അദ്ദേഹത്തിൻ്റെ ആ സാധ്യത ഉപയോഗിക്കാൻ പറ്റാതെ പോകും. അല്പം വൃത്തികേടൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആളുകൾ സഹിച്ചു പോയാൽ. ഇത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അയാൾ പെരുമാറിക്കൊണ്ടിരിക്കുകയും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ലീഡർഷിപ്പില്ല കേരളത്തിൽ ഒരു പാർട്ടിയിലും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. CPM ബാധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതേനെ CPIനെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് CPM എന്ന് പറയുന്ന CPI എന്ന് പറയുന്ന ഒരു കുടുംബ പാർട്ടി പോലെ അത് ഒതുങ്ങിപ്പോയിരിക്കുകയായിരുന്നു ചെയ്തത്. വേറെ പുതിയ ആളുകളൊന്നും വന്നത് വളരുന്നില്ല എന്നുള്ളതാണ്. CPMന് കുറേ കൂടി സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ വരുന്ന ചെറുപ്പക്കാർ, DYFIയുടെ നേതാക്കൾ, അതേപോലെ NSFയുടെ നേതാക്കൾ, മഹിളാ നേതാക്കളൊന്നും തന്നെ പ്രഗത്ഭരായിട്ടുള്ള നേതൃനിരയിലേക്ക് കടന്നു വരാൻ കരുത്തുള്ളവരായി മാറിയില്ല എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ CPIക്ക് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അല്ല, CPIക്ക് ഇത് കോൺഗ്രസ്സിലേക്ക് ചെന്ന് ചേരുകയോ അല്ലെങ്കിൽ CPMൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്യാം എന്നല്ലാതെ അതിന് പ്രത്യേക ഐഡൻറ്റിറ്റി ഒന്നും കേരള രാഷ്ട്രീയത്തിലില്ല. ഒന്ന്, കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രത്യേക തരത്തിൽ ഐഡൻറ്റിറ്റി ഇല്ലാത്ത തരത്തിൽ ജനങ്ങൾ അവരെയൊക്കെ മടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് സാധ്യതയാണ് CPI സൃഷ്ടിക്കുക? വലിയ സാധ്യതകളൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു ആലോചന അവർക്ക് നടത്താം. വീണ്ടും കോൺഗ്രസ്സിലേക്ക് പോവുക, അടുത്ത ഭരണത്തിലേക്ക് വരിക. ഇപ്പോൾ ലീഗ് എന്താ ചെയ്യുന്നത്? ലീഗിൻ്റെ ചാഞ്ചാട്ടം എന്താണ്? അടുത്ത ഭരണത്തിൽ വരില്ല എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായിരുന്നു നേരത്തെ. UDFന് വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരിൽ പകുതിയിലധികം ആളുകൾ CPMൻ്റെ കൂടെ ചേരാനായിട്ട് നിന്നിരുന്നത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിണറായിക്കെതിരെ അതിശക്തമായിട്ടുള്ള ചർച്ചകളും ബഹളങ്ങളൊക്കെ വന്നു. അപ്പോൾ അവർക്ക് ഒരു ഉറപ്പ് തോന്നിയിരിക്കുകയാണ് അടുത്ത ഭരണം UDFൻ്റെതായിരിക്കും എന്നുള്ള ആ സ്വപ്നത്തിലാണ് അപ്പോൾ അവർ ജീവിക്കുന്നത്. ഇവർ മുഴുവൻ അധികാരം സ്വപ്നം കണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവർക്ക് എന്ത് പൊളിറ്റിക്കലായിട്ടുള്ള സാധ്യതകൾ, പോസിബിലിറ്റി ഉണ്ട് എന്ന് ചോദിച്ചാൽ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.